നമ്മളെ എപ്പോഴും കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് കൂട്ടി വരുത്താതെ ആരും കർത്താവിന്റെ നാമത്തിൽ കൂടി വരത്തില്ലെന്ന എന്റെ വിശ്വാസം. അപ്പോ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നുവെങ്കിൽ കർത്താവിന് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ കർത്താവ് തന്റെ ഹിതപ്രകാരം തന്റെ കരത്തിന്റെ ബലത്തിനാൽ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും കർത്താവ് അത് നിവർത്തിക്കും. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മാത്യൂസിനോട് പ്രത്യേകം പറഞ്ഞു, മിനിസ്ട്രിയോട് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. എന്തായാലും മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുള്ളവരും മിനിസ്ട്രിയിൽ ഇൻവോൾവ്മെന്റ് ഉള്ളവരും ഒക്കെ ആണല്ലോ. മിനിസ്ട്രിയെ കുറിച്ച് പറയുമ്പം ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പം കർത്താവിന്റെ ശ്രദ്ധയെ തിരിച്ചത് മത്തായിയുടെ സുവിശേഷം 12:29 അതൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചെന്നാ നമുക്ക് അത് വായിക്കാം. മത്തായി സുവിശേഷം 12:29. ഞാൻ തന്നെ അങ്ങ് വായിക്കട്ടെ. വായിക്കാം. 12:29. ആ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ബലവാനെ പിടിച്ചു കെട്ടുക. അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല് ആധിപത്യങ്ങൾ എക്സ്ചേഞ്ച് ആവുക എന്നുള്ളതാണ്. കർത്താവിൻ്റെതല്ലാത്ത ആധിപത്യം ഉള്ളിടത്ത് കർത്താവിന്റെ ആധിപത്യത്തിനെ കൊണ്ടുവരുവാൻ കർത്താവിനാൽ പ്രയോജനപ്പെടുക എന്നുള്ളതാണ് ശുശ്രൂഷ എന്നുള്ള. നമ്മൾ ഈ മാനുഷികമായിട്ട് ശുശ്രൂഷയെ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഓർത്തഡോക്സ് സഭയിൽ വന്നതാണ്, അവിടുന്ന് വന്നതാ. അപ്പോ അവിടെ നമ്മൾ കാണുന്നതിനെയും ശുശ്രൂഷ എന്ന് തന്നെ അവർ വിളിക്കുന്നത്, അല്ലെ? അവര് ഒരു സെറ്റ് ഓഫ് ചടങ്ങുകളെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ റൺ ചെയ്ത് പോകുക. അവിടെ എന്റെ അനുഭവം എനിക്ക് മനസ്സിലായത്തിടത്തോളം കാലം ഒരു ആധിപത്യത്തിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. യേശുവിന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ എന്തോ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് അവന്റെ കയ്യിലിരിക്കുന്നവരെ ഇങ്ങോട്ട് എടുക്കുക. അന്നേരം എന്ന് വെച്ചാൽ ഒരു കൂട്ടം ജനത്തിന്റെ മേൽ, അല്ലെങ്കിൽ ചിലരുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളുടെ മേൽ, അല്ലെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ആധിപത്യമാണ്. എന്നാലും ഇപ്പോഴും അറിവില്ലായ്മ നിമിത്തമോ വിശ്വാസമില്ലായ്മ നിമിത്തമോ പക്വതയില്ലായ്മ നിമിത്തമോ പിശാച് ഇപ്പോഴും ആധിപത്യം ചെലുത്തുന്ന വശങ്ങൾ കാണും നമ്മുടെ ലൈഫിൽ. അപ്പോ യേശുവിന്റെ ആധിപത്യം ഇല്ലാത്ത വ്യക്തികളിലോ അല്ലെങ്കിൽ യേശുവിന്റെ ആധിപത്യം ഉണ്ടെങ്കിലും പല കാരണങ്ങളാൽ പൈശാചിക ആധിപത്യങ്ങൾ ഇപ്പോഴും അവരുടെ ഇഷ്ടം ചെയ്തെടുക്കുന്ന വ്യക്തികളിലോ ഉള്ള പൈശാചികമായ ആധിപത്യങ്ങളെ യേശുവിന്റെ ആധിപത്യം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതാണ് ശുശ്രൂഷയുടെ ഉദ്ദേശം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണം, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ, റൈറ്റ്, ചെയ്യുവാൻ എന്നല്ല പറഞ്ഞത്, പ്രമാണിക്കുവാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കണം. പ്രമാണിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തുവാ വിശ്വസിക്കുന്നത്, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതിന്റെ ആധാരം എന്തുവാ? അതാണ് ഈ പ്രമാണം. കാരണം ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പം ലൂക്കോസ് പറയുന്ന, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിന്നെ അല്ല, അപ്പോസ്തല പ്രവൃത്തിക്ക് എഴുതുമ്പം ലൂക്കോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, ലൂക്കോസ് അല്ലായിരുന്നു എഴുതിയത്, അപ്പോസ്തല പ്രവൃത്തി അന്നാണ് എന്റെ വിശ്വാസം, ലൂക്കോസ് തന്നെ. അപ്പൊ ലൂക്കോസ് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു പിന്നെ നമ്മുടെ ഇടയിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് അറിയിക്കണം, റൈറ്റ്? ഈ പ്രമാണിക്കുക എന്നുള്ള വാക്കെന്ന് പറയുമ്പം നമ്മളൊരു ചടങ്ങ് പോലെ ചെയ്യുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്ന. ഇപ്പൊ എല്ലാവരും സോഫ്റ്റ്വെയറുകാരൊക്കെ ആണല്ലോ, എല്ലാവർക്കും അറിയാലോ, നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, റൈറ്റ്? എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. എപ്പോൾ ഓൺ ആക്കിയാലും അത് റൺ ആവും. ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഓരോരോ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയിരിക്കുമ്പോഴും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഓരോ വിഷയത്തിനോടും ഇടപെടുവാൻ ഓരോരോ ചിന്താരീതികളുണ്ട്. അതിനെ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എല്ലാവരോടും പോയിട്ട് എല്ലാവരെയും എന്റെ ശിഷ്യരാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ അനുസരിപ്പിൻ. പ്രമാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവ്, നമ്മുടെ വിശ്വാസം, ഈ രണ്ട് കാര്യങ്ങളാണ്, അറിവും വിശ്വാസവും. നമ്മുടെ അറിവ് എന്തുവാ, എങ്ങനെയാ? ഉയരത്തിൽ നിന്ന് കിട്ടിയ അറിവാണോ, അതോ നമ്മുടെ ബുദ്ധിയും കൊണ്ട് അവിടെ നിന്ന് കിട്ടിയതാണോ, അതോ പിശാച് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇട്ടതാണോ? വി ഡോണ്ട് നോ. നമ്മുടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ളത് നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്നത്, നമുക്ക് ദോസ് തിങ്സ് വി ആർ അവെയർ അബൌട്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമുക്ക്
പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തുവാ വിശ്വസിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിലുള്ള ആധിപത്യത്തിന്റെ സ്റ്റിയറിങ്. എനിക്ക് എന്തൊക്കെ അറിയാം. കർത്താവ് പറഞ്ഞു, പരിജ്ഞാനം ഇല്ലായ്കയാൽ എന്റെ ജനം നശിക്കുന്നു എന്ന് വെച്ചാൽ, ദൈവം നമ്മളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല എങ്കിൽ പിശാചിന് അത് മുതലെടുക്കാൻ പറ്റും. അപ്പൊ പരിജ്ഞാനം, വാട്ട് ആർ യു അവെയർ ഓഫ്, എന്തിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തുവാ വിശ്വസിക്കുന്നത്. ഇതാണ് ചേഞ്ച് ചെയ്യുന്ന പ്രമാണങ്ങൾ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണം എന്ന് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് പറയുമ്പോൾ പറഞ്ഞേക്കുന്നത്, അവരറിയേണ്ടത് അറിയണം, അവർ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം. നമുക്ക് ദൈവം തരുന്ന പരിജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ പിശാച് തരുന്ന പരിജ്ഞാനം നമ്മുടെ ഉള്ളിലുള്ളത്. കാരണം ആദാമിന് കിട്ടിയതെല്ലാം എവിടുന്ന, നമ്മൾക്ക് ആദാമിൽ കൂടെയാണ് പാപം ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ആദാം പിശാചിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫലം വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവൻ, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ, ഒരു ദൈവത്തിനോട് മറുതലിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് സോഫ്റ്റ്വെയർ പോലെ എല്ലാ മനുഷ്യരോടും വ്യാപരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്, ആ ബലവാനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭരിക്കുന്ന ജനമുണ്ട്. ഈ പൈശാചിക ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ഈ ലോകത്തിലെ ദുഷ്ടാധിപതികൾ, ഇവര് നടത്തുന്ന ആൾക്കാരുണ്ട്, ഇവര് ഭരിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് ടൂൾ ഉപയോഗിച്ച ജനത്തെ നടത്തുന്നത്? അറിവ്, പരിജ്ഞാനം, രണ്ട് വിശ്വാസം. റൈറ്റ്? ഈ പരിജ്ഞാനത്തിന്റെ മേളിലാണ് വിശ്വാസം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളുടെയും ഉത്തരവാദിത്വവും അതിന്റെ ശിക്ഷയും പിതാവിന്റെ മുമ്പാകെ ഏറ്റെടുത്താണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മേൽ വരേണ്ടത്, നമ്മൾ സഹിക്കേണ്ടത് കർത്താവ് സഹിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതൊരു ചരിത്ര സത്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കഥ പോലെ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന, റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു അറിവായിട്ട് അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോ പരിജ്ഞാനവും വിശ്വാസവും, ഈ രണ്ട് കാര്യങ്ങൾ ഷിഫ്റ്റ് ആകുമ്പോൾ ആധിപത്യത്തിലും ഷിഫ്റ്റ് വരും. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ മനസ്സിന്റെ ബേസിക് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ, ദൈവം എന്നോട് ക്ഷമിച്ചിട്ടില്ല എന്നൊരു ഫീലിംഗാ. സ്വാഭാവികമായി എപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വന്നാൽ ദൈവം ക്ഷമിച്ചിട്ടില്ല. കാര്യം എന്താണ്? അത് നമുക്ക് ആദാമിന്ന് കിട്ടിയതാ. അവര് പാപം ചെയ്തത് കൊണ്ട് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ എപ്പോഴും സ്വാഭാവികമായി നമുക്കൊരു ഫീലിംഗ് വരുന്നത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വരുന്നത്, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ എല്ലാ മതങ്ങളിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ വഴികൾ ഇവരുണ്ടാക്കുന്നത്. ഇപ്പൊ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഗംഗയിലോ യമുനയിലോ എവിടെയെങ്കിലും പോയി മുങ്ങുക, കുറെ ഉപവാസം എടുക്കുക, ഹോൾ ബഞ്ച് ഓഫ് തിങ്സ് ഉണ്ട്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഈ കഴുകല്, ആ അകത്തൊരു ഫീലിംഗാ. അതെന്താണ്? ഈ ഭൂമിയിൽ നിന്ന്, ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അറിവാ. എന്തുകൊണ്ടോ സംതിങ് ഈസ് റോങ്, ഞാൻ ശരിയല്ല, ദൈവത്തിന് എന്നോട് ആക്സെപ്റ്റൻസ് ഇല്ല. ആ ഒരു ഭൗതികവും പ്രാകൃതവും പൈശാചികവുമായ ആ ഒരു അറിവിനെ നമ്മൾ, യേശു എന്റെ പാപങ്ങളെ തന്റെ മേൽ ഏറ്റെടുത്ത് എനിക്ക് പാപമോചനം മേടിച്ചു തന്നു, ദൈവം ഇപ്പം എനിക്ക് വിരോധമായി എന്റെ പാപങ്ങളെ കണക്കിടുന്നില്ല, കർത്താവ് എന്റെ പാപങ്ങളെ ശ്രദ്ധിക്കുന്നു എങ്കിൽ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടി മാത്രമേ കർത്താവ് അത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളൊരു പരിജ്ഞാനം പരിശുദ്ധാത്മാവിനാൽ ജനത്തിന്റെ ഹൃദയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഈ യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ സത്യം പറഞ്ഞ എല്ലാവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ഇപ്പോ ഉള്ളത്, ഇതിനു മുമ്പേ ഉള്ളത്, ഇനി വരാൻ പോകുന്ന സകല തലമുറകളും ചെയ്യാൻ പോകുന്ന പാപങ്ങളുടെയും കൂടെ ശിക്ഷ തന്റെ മേൽ ഏറ്റെടുത്തു. ഇന്ന് യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ നമുക്ക് വിരോധമായിട്ട് കണക്കിടാതെ യേശുവിന്റെ നീതിയെ നമ്മുടേതായിട്ട് കണക്കിട്ടാണ് ദൈവം നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നത്. നമ്മുടെ പാപങ്ങളെ യേശുവിന്റെ മേൽ കണക്കിട്ടു, എന്നിട്ട് യേശുവിന്റെ നീതിയെ നമുക്ക് കണക്കിട്ടു.
ആ ആ നീതിയെ നമ്മുടേതായിട്ട് കണക്കിട്ടത് കൊണ്ടാണ് നമുക്ക് ആ നീതീകരണത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുന്നത്. ദൈവം ഓൾറെഡി യേശുവിന്റെ നീതിയെ നമ്മുടെ അക്കൗണ്ടിലോട്ട്, ഇന്നത്തെ ബാങ്കിങ് ഭാഷയെ പറഞ്ഞ നമ്മുടെ അക്കൗണ്ട് മുഴുവൻ ബാങ്ക്രപ്റ്റാ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമുക്ക് നീതീകരണം ഇല്ല, ശുദ്ധീകരണം ഇല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു റെക്കോർഡ് ഇല്ല, ദൈവവുമായിട്ടൊരു ബന്ധമില്ല, ദൈവത്തിനെ അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബാങ്ക്രപ്റ്റാ, നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല. അപ്പോഴാണ് ബാങ്ക് അക്കൗണ്ട് നിറച്ചുള്ളവനായിട്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു, നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ അനുസരണത്തിനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് കണക്കാക്കി, കർത്താവിന്റെ നീതിയെയും ശുദ്ധീകരണത്തെയും പിതാവിനോടുള്ള വിധേയത്വത്തെ എല്ലാം നമ്മുടെ അക്കൗണ്ടിലോട്ട് കണക്കാക്കിയത് കൊണ്ടാണ് ഇതിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത്. നമുക്ക് വേണ്ടി ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. കർത്താവ് അതിന്റെ വില കൊടുത്തു. പിതാവിന്റെ ഇഷ്ടപ്രകാരം ഒരു ശരീരം തനിക്കുണ്ടായിട്ട് ആ ശരീരം എന്ന തിരശീല ചീന്തി നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രവേശനം കർത്താവ് ഒരുക്കി തന്നു കഴിഞ്ഞു. അത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായ ആൾക്കാരെ അറിയിക്കുക. നമ്മൾ ഏത് സമയത്തും ദൈവസന്നിധിയിൽ കടന്നു ചെന്ന്, കർത്താവെ, ഇന്ന വിഷയത്തിൽ എന്റെ മനോഭാവം പാപകരമാണ്, എന്റെ ചിന്തകൾ പാപകരമാണ്, എന്റെ വാക്കുകൾ പാപകരമാണ്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം, എന്റെ മൈൻഡ് സെറ്റ്, എന്റെ ബിഹേവിയർ പാറ്റേൺസ് പാപകരമാ, എനിക്ക് അവകാശമായി നീ തന്നിട്ടുള്ളതിൽ നിന്ന് എന്നെ നീതീകരിക്കുകയും എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് പറയാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷ വേലയുടെ ഉദ്ദേശം. ഇത് അറിയുമ്പോഴാണ് ഇവൻ ബലവാനെ നമ്മൾ പിടിച്ചു കെട്ടുന്നത്. ഈ ബലവാനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കെട്ടൊന്നും വീഴുന്നില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിശ്വാസത്തിലോ അഭക്തിയിലോ ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പിമ്പിൽ വ്യാപരിക്കുന്ന അവിശ്വാസത്തിന്റെ ആത്മാവിനെ അഭക്തിയുടെ ആത്മാവിനെ ബന്ധിക്കുന്നു ചുമ്മാ ഇരുന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം, കർത്താവെ കുഞ്ഞുങ്ങളുടെ കണ്ണ് ദൈവം തുറന്നാലേ തുറക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കുള്ളവരുടെ കൂടെ കർത്താവെ അവരുടെ കണ്ണ് തുറക്കണം. എന്തിനാ? സുവിശേഷത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ, അവരുടെ ഹൃദയം തുറക്കണം, സുവിശേഷം ശ്രദ്ധിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പാപങ്ങൾ ദൈവം നിങ്ങൾക്ക് വിരോധമായിട്ട് കണക്കിടുന്നില്ല. നമുക്ക് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾക്ക് അത് പ്രാപ്യമാകുന്നെങ്കിലും വാസ്തവത്തിൽ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളുടെയും പരിഹാരം യേശു വരുത്തി എന്നാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനാകിയാൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് യോഗ്യനായിരിക്കുന്നതിന് ഒത്തവണ്ണം അവൻ യോഗ്യനായി തീരുകയും ചെയ്തു. അപ്പോ കർത്താവ് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു. പക്ഷെ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് ആ പൈശാചിക ആധിപത്യത്തിൽ നിന്ന് പുറത്ത് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ജോലി. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യാജം വിശ്വസിച്ച് പിശാചിനാൽ നടത്തപ്പെടുന്ന ജനത്തിന് സത്യത്തിന്റെ പരിജ്ഞാനം പകർന്നു കൊടുത്തിട്ട് ആ ആധിപത്യത്തിൽ ഒരു ഷിഫ്റ്റ് വരുത്തിയെടുക്കുക. ഇപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ആക്കുന്ന ഗവൺമെന്റാ ഭരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ പൈശാചികമായ പരിജ്ഞാനങ്ങളും പൈശാചികമായ വിശ്വാസങ്ങളും കൊണ്ട് പിശാചിങ്ങനെ നടത്തുന്ന ജനത്തെ ദൈവികമായ പരിജ്ഞാനം കൊണ്ടും ദൈവം പകർന്നു കൊടുക്കുന്ന വിശ്വാസം, വചനപ്രകാരമുള്ള വിശ്വാസം കൊണ്ടും അവരെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വരിക. ഇപ്പം നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പം നമ്മളെ 2 കൊരിന്ത്യരിലാണെന്ന് എന്റെ ഓർമ്മ, നമ്മളെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ? ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരും ദൈവത്തിന്റെ കൃഷിക്കാരും, അങ്ങനെയാ പറഞ്ഞേക്കുന്നതെന്ന് എന്റെ ഓർമ്മ. അപ്പൊ ഈ ദൈവം ചെയ്യുന്ന കാര്യത്തിന്റെ കൂടെ നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഇമാജിൻ ചെയ്ത് വല്ലവരെയൊക്കെ കണ്ടുപഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഒരു ഫലവും ആത്മമണ്ഡലത്തിൽ ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഒന്നും സ്വന്തമായിട്ട് ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണുന്നത് ഞാൻ ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ഒന്നും സ്വന്തമായിട്ട് പറയുന്നില്ല, പിതാവ് തരുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. കാരണം പിതാവ്, നമ്മള് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മളെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്യുന്ന ദൈവത്തെ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു പ്രാർത്ഥനയുടെ ഫൈനൽ പാട്ടാ അത്. നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണെന്ന് എന്റെ വിശ്വാസം. അറിയത്തില്ലെങ്കിൽ പഠിച്ചോണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തില് ഒരു വളരെ വിപുലമായ ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് പരിശുദ്ധാത്മാവിനാൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വളരെ ലാസ്റ്റ് വരുമ്പോഴാ പറയുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും. അതെങ്ങനെ ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്യുന്ന പിതാവിനെ നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അപ്പൊ പിതാവ് ചെയ്യുന്നത് ഇതാ. നമ്മളെ തന്റെ വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഹയർ ചെയ്ത് നമ്മളെ ആക്കി വെച്ചേക്കുന്ന ആ ദൈവം ചെയ്യുന്നത് ഇതാ. എന്തുവാ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ കൊണ്ടുവരിക. അപ്പൊ അവനോട് ചേർന്ന് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ ആത്മാവിനാൽ കർത്താവിന്റെ ശക്തിയാലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ജനത്തെ പുറത്തെടുക്കുന്നത്? ഇരുട്ട് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യണം. എന്തും കൊണ്ട്? യേശു അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇരുട്ട് നമ്മളെ എങ്ങനെയാ ആരെങ്കിലും ലീഡ് ചെയ്യുന്നത്? നമ്മളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി വിശ്വസിപ്പിച്ചാ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? എല്ലാ ഇസംസും എല്ലാ ഫിലോസഫീസും അങ്ങനെ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും, എവിടുന്നേലും കിട്ടും, ഒന്നി പിശാചി കൊടുക്കും, അല്ലെ സ്വന്തമായിട്ട് തല്ലിക്കുട്ടി ഉണ്ടാക്കും, വാട്ടെവർ ഇറ്റ് ഈസ്. രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കാണും. എന്നിട്ട് നമ്മൾ കുറച്ചു പേരെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബോധ്യപ്പെടുത്തി അവരുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്ത് അവരുടെ ബിഹേവിയർ പാറ്റേൺസിനെ ചേഞ്ച് ചെയ്ത് എത്ര സ്ട്രോങ് ആയിട്ടാ. ഈവൻ നമ്മൾ ഈ അഡിക്ഷൻസ് എല്ലാം അങ്ങനെ തന്നെയാ. കൂട്ടുകാര് കൺവിൻസ് ചെയ്യും, സ്മോക്ക് ചെയ്യ്, കുടിക്ക്, അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്ക്, അല്ലെങ്കിൽ മീഡിയ കൺവിൻസ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിന്റെ പുറകെ പോകും. ഓരോ ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, കമ്മ്യൂണിസം ആണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും സെക്യുലറിസം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെയാ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? പിതാവിൽ നിന്ന് പഠിച്ച്, പുത്രൻ മുഖാന്തരം അല്ലെങ്കിൽ പുത്രനിൽ നിന്ന് പഠിച്ച്, യേശു പറഞ്ഞു എന്റെ നുകം ഏറ്റുകൊണ്ട് എന്റെ അടുത്തുനിന്ന് പഠിക്കുക. അപ്പൊ കർത്താവിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് അത് വേറെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ നമുക്ക് അവൻ പിടിച്ചു വെച്ചേക്കുന്നവരെ വിടുവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ വിശ്വാസം ഇതാണ്. ഞാൻ ആദ്യം കാലം തൊട്ടേ ഞാൻ ഇതാ വിശ്വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിന്നെ ആ മരുഭൂമിയില് 40 ദിവസം ഉപവാസം എടുത്തില്ലേ? 40 ദിവസം ഉപവാസം എടുത്തിട്ട് കർത്താവിന് ഉപസിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് അല്ലേലും പിതാവുമായിട്ട് യൂണിറ്റി തന്നെയാ ജീവിച്ചത്. അപ്പോ കർത്താവ് മരുഭൂമിയിൽ പോയി ഉപവസിച്ചിട്ട് ആ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പിശാച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ടീച്ചിങ്സിനെ മുഴുവനും പിതാവ് പഠിപ്പിച്ച അല്ലെങ്കിൽ പിതാവ് നൽകിയ ടീച്ചിങ്സും കൊണ്ട് റെസിസ്റ്റ് ചെയ്തു. നീ പറയുന്ന അല്ല ശരി, എന്റെ പിതാവ് പറയുന്നതാ ശരി. അങ്ങനെ യേശു തന്റെ വ്യക്തിപരമായ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ, അതായത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഭൂമിയിൽ വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനാകാനുള്ള ക്വാളിഫിക്കേഷൻ ഓൾറെഡി ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലി ആക്കിയത് എങ്ങനെയാ? ഇവൻ പറഞ്ഞതൊന്നും ഏറ്റെടുത്തില്ല. പിശാച് പറഞ്ഞതൊന്നും ഏറ്റെടുക്കാതെ പിതാവ് പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അപ്പൊ തന്റെ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ യേശു പിശാചിനെ ബന്ധിച്ചു. തന്നെ പിശാചിന് നടത്താൻ ഒക്കത്തില്ല എന്നുള്ളത്, ഇപ്പൊ പിശാചിന് എന്നെ നടത്താൻ ഒക്കത്തില്ല എന്നുള്ള ഒരു അളവിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ അവനെ ബന്ധിച്ചു. അവന്റെ വ്യാജങ്ങളെ ഞാൻ വിശ്വസിക്കാതെ ഞാൻ വചനം മാത്രമേ വിശ്വസിക്കത്തുള്ളൂ എങ്കിൽ അതിനി എത്ര റീസണബിൾ ആയിട്ട് കാര്യകാരണ സഹിതമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിവോടുകൂടി വചനവിരുദ്ധമായുള്ള ഒരു കാര്യം കണ്ടാലും വിശ്വസിക്കാതിരിക്കാനും മാത്രം ആത്മാവിന്റെ ബലം കർത്താവ് നമ്മൾ പകർന്നു കഴിഞ്ഞാൽ നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഏതൊക്കെ വിഷയത്തിൽ പിശാച് പറയുന്നത് ശ്രദ്ധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ ദൈവം പറയുന്നതിനെ മാത്രം ശ്രദ്ധിച്ചും അംഗീകരിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ പിശാചിനെ ബന്ധിച്ചവരാ. അവനെ പിടിച്ച് ബന്ധിക്കാതെ വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. അപ്പം അതെങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? വളരെ പ്രായോഗികമായിട്ട് വചനത്തിൽ 2 ഭാഗം ഒന്ന് എടുത്ത് പറഞ്ഞിട്ട് കർത്താവ് സഹായിച്ചാൽ നമുക്ക് നിർത്താം. റോമർക്ക് എഴുതിയ ലേഖനം 16-ന്റെ 19-20 വാക്യങ്ങളൊന്ന് വായിക്കാം.
റോമർക്ക് എഴുതിയ ലേഖനം 16, 19, 20. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിമിത്തം സന്തോഷിക്കുന്നു. ആ വാക്യമല്ലേ? അതെ, വായിച്ചു. അതിന്റെ ബാക്കിയും കൂടെ വായിച്ചു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാതന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പൊ നമ്മള് ഈ കർത്താവ് നമുക്ക് പറഞ്ഞു തരുക വളരെ പ്രായോഗികമായിട്ട് വചനത്തിൽ കൂടി പൗലോസ് നമുക്ക് പറഞ്ഞു തരിക. എന്തുവാ ചെയ്യുന്നേ? നമ്മൾ നന്മയ്ക്ക് ജ്ഞാനികൾ. നമ്മുടെ തലയ്ക്കകത്ത് ഡാറ്റ എല്ലാം കൂടെ എടുത്തു വെച്ചാൽ ദൈവത്തിൽ നിന്ന് വന്നത് എത്ര ഉണ്ട്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായി ഗ്രഹിച്ചത് എത്രയുണ്ടെന്നോ മനസ്സിലാക്കിനോ ഒന്ന് തൂക്കി നോക്കിയാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പാട് കിട്ടിയ ഡാറ്റ നമ്മുടെ തലയ്ക്കകത്ത് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്ന് സ്വാഭാവികമായി ഗ്രഹിച്ച ഡാറ്റ എത്രയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികൾ. ഉയരത്തിന്ന് പ്രാപിച്ച് PhD എടുത്തിരിക്കണം നമുക്ക്. പക്ഷേ ഭൂമിയിലെ അറിവ്, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങള് സ്കൂളിൽ പോണ്ടാന്നോ കോളേജിൽ പോണ്ടാന്നോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ സ്വാഭാവികമായി ഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയുണ്ട്? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവർ സ്വാഭാവികമായി ഗ്രഹിച്ചതിനാൽ തങ്ങളെ തന്നെ മലിനമാക്കുന്നു. നമുക്ക് ഈ വചനം വിശ്വസിക്കാൻ, അനുസരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങളെ സ്വാഭാവികമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും വചനത്തിന്റെ വെളിപ്പാടിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അനുസരണം എല്ലായിടത്തും പരക്കമാവും. ഹീസ് വെരി ഹാപ്പി. ആ ജനം അനുസരിക്കുന്ന ജനമാണ് അല്ലേ? എന്തൊരു സന്തോഷമാ. നമ്മുടെ ശുശ്രൂഷയിലുള്ളവരൊക്കെ ദൈവത്തിന് വചനം അനുസരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഒരാളെ ഉള്ളെങ്കിൽ ആരാധനയ്ക്ക് പോയി ഒറ്റ ഒരാളെ നമ്മുടെ കൂടെ ആരാധിക്കാനുള്ളെങ്കിലും അവർ വാസ്തവത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിൽ സന്തോഷിച്ച് കർത്താവിനെ ആരാധിക്കുന്നു, ആത്മീയവർദ്ധന പ്രാപിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം നമുക്കൊരു വലിയ ചർച്ച നിറച്ച് ആൾക്കാരുള്ളതിനെക്കാട്ടി സന്തോഷം. ഞാൻ ചിലപ്പോൾ പാസ്റ്ററോട് പറയാം, ഞങ്ങളുടെ ചർച്ചയിൽ തീരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ പറയും, നമ്മൾ ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മുടെ ലക്ഷണം കണ്ടാൽ തോന്നും പിന്നെ ഇവിടെ അങ്ങ് ആയിരക്കണക്കിന് ആൾക്കാരാണ്. നമ്മൾ ആ സ്റ്റൈലും പറയുന്ന സ്റ്റൈലും ആരാധിക്കുന്നേ. പോയിട്ട് ഞാൻ എപ്പോഴും പറയും, ഇവിടുത്തെ ആൾക്കാരെല്ലാം ഈ അവിടെ എവിടെയും ടൂറിനൊക്കെ പോകും. പക്ഷെ നമുക്കൊരു ആരാധന കഴിഞ്ഞ് വരുമ്പോണ്ടോ ഒരു സ്വിറ്റ്സർലൻഡിൽ പോയി വന്ന സന്തോഷമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ ഒരാളൊന്ന് ഏറ്റെടുക്കുന്ന കണ്ടാൽ, ഒരാളൊന്ന് ഏകാഗ്രതയോടെ ആരാധിക്കുന്ന കണ്ടാൽ അവര് സ്വാഭാവികമായി ഗ്രഹിച്ചതിനെ മാറ്റി വെച്ചിട്ട് വചനം പറയുന്നതിനെ അംഗീകരിക്കുന്ന കാണാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മുടെ ജോലി എന്തുവാ? ഒന്ന്, നമ്മൾ സ്വാഭാവികമായി ഗ്രഹിച്ചതിന്റെ മേൽ നമുക്കൊരു ജയം വേണം. ആ ജയം എങ്ങനെയാ കിട്ടുന്നത്? ആത്മാവിനാൽ ലഭിക്കുന്നതും കൊണ്ടേ നമുക്ക് അതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായി നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ പിന്നെ പാപമോചനം തൊട്ട് രോഗസൗഖ്യം, സാമ്പത്തിക വിഷയങ്ങൾ, നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരുപാട് ഉപദേശങ്ങളിൽ സ്വാഭാവികമായി ഗ്രഹിച്ച കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ദ്രവ്യാഗ്രഹത്തിന്റെ വഞ്ചന ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്ന്. എന്ന് വെച്ചാൽ എന്തുവാ? സുവിശേഷം പറയുന്നിടത്ത് നമുക്ക് ഇതിന്റെ കാര്യം പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മുതലിന്റെ കാര്യമോ പണത്തിന്റെ കാര്യമോ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ കർത്താവിന്റെ പ്രസംഗങ്ങൾ നോക്കുക, പിന്നെ അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങൾ നോക്കുക, അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ അവർ ഫൈനാൻസസിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് വളരെ ചെറുതാ. ഈവൻ 5% പോലും ഇല്ല. എന്നാൽ നമ്മുടെ ഇടയിൽ സഭകൾക്കകത്തെല്ലാം സ്വാഭാവികമായി ഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളാൽ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുന്നു. നമുക്ക് ഈ നാളുകളിൽ ചെയ്യാനുള്ളത്, പേഴ്സണലി സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി കൊണ്ടുവരിക. കർത്താവെ, ഞാൻ എന്തൊക്കെയായി വിശ്വസിച്ച് വെച്ചേക്കുന്നത്, ഞാൻ എന്തൊക്കെയായി പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നീ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ സ്വാഭാവികമായി ഗ്രഹിച്ചത് ചില കാര്യങ്ങൾ നമുക്ക് ഈ പുൾപിറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. നമ്മുടെ ജഡത്തിൽ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുവാ ദൈവം പറയുന്ന നമ്മൾ അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ നീ നട്ടത് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ യേശു ആണോ പറഞ്ഞത് അതോ ആരാണ്ട് പറഞ്ഞ? കാരണം നമ്മുടെ ഇടയില്
ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിക്കുന്നവർ ഒത്തിരി കുറവാണ്. അവിടുന്ന് ഇങ്ങോട്ട് അവരുടെ പ്രസംഗവും കട്ടെടുത്ത് ഇവരുടെ പ്രസംഗവും കട്ടെടുത്ത് നമ്മൾ ഈ യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ആളുടെ പ്രസംഗം ഡിറ്റോ അതുപോലെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ പഴയ നിയമത്തിൽ എവിടാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവാചകന്മാരുടെ വാക്കുകളെ കട്ടെടുത്ത് പ്രവചിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു പറയും. നമ്മൾ കേട്ട് ഓക്കെ ആ പ്രസംഗം കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് പ്രസംഗിക്കാം. അങ്ങനെ നമ്മുടെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജോലി അവർ പ്രസംഗിക്കുന്നത് ഇവർ കേൾക്കുന്നത് നല്ലതാ, എല്ലാം നല്ലതാ. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് നല്ലതാ, പക്ഷെ അവരൂർ പോയി ബൈബിള് വായിച്ചിട്ട് ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കർത്താവെ, നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന്. നമ്മൾ കുറച്ച് ദിവസം കർത്താവിൻ്റെ കൂടെ, ഇപ്പം എന്റെ ഹൃദയത്തിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി നേരം ഒന്നും പ്രാർത്ഥിച്ചില്ല കേട്ടോ, ഇച്ചിരി നേരമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. അപ്പൊ എന്റെ മനസ്സിൽ അതിനു മുമ്പേ വരുക, നിയോഗമില്ല കയറണ്ട, ഈ അങ്ങനെ എന്റെ മനസ്സിനത് വേണ്ടാന്ന് ഫീലിംഗ് വരുക. കാരണം ജോലിക്കിടയിൽ നിന്ന് ഇറങ്ങി വരണ്ടായി. കഴിഞ്ഞ തവണ ആണെങ്കിൽ മാനേജർ വിളിക്കുകയും ചെയ്തു എല്ലാവരും. അപ്പൊ അവർക്കെല്ലാം മനസ്സിലായി ഞാൻ ആ ബിൽഡിംഗ് വിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടത്. വിടരുതെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ചു നേരം ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം പറയാനുള്ള മെസ്സേജും തന്നു. കയറി പിന്നെ നമ്മൾ പറയാനുള്ളവരോട് പറഞ്ഞിങ്ങി ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ വന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവാക്കുമ്പോൾ അത് സ്ട്രോങ് ആയി വരും. ആഗ്രഹം വേണം കേട്ടോ, എനിക്ക് ദൈവത്തോട് അനുരൂപമാകണമെന്ന് ആഗ്രഹം വേണം. നമ്മുടെ തന്നിഷ്ട സാധിക്കാൻ ദൈവത്തെ കാത്തിരിക്കുന്നതും യേശുവിനോട് അനുരൂപമാകാൻ കർത്താവിനെ കാത്തിരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവാക്കുന്നവർ, നമ്മൾ നന്മയ്ക്ക് ജ്ഞാനികൾ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഹൃദയത്തിനകത്ത് വചന മുഖാന്തരം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വെളിപ്പാടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഒരു പരിജ്ഞാനം, ആവശ്യമില്ലാത്ത ഒരു അറിവ്, ഒരു ഡേറ്റ, ഒരു സ്റ്റിമുലൈ നമ്മുടെ അടുത്തോട്ട് വന്നുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൽ ഇടയില്ലാത്തതുകൊണ്ട് ഇതങ്ങ് വിട്ടുപോകും. അപ്പോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ ബലവാനെ പിടിച്ചു കെട്ടിയെന്ന് നമുക്കൊരു ബോധ്യം. അല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അവൻ നമ്മളെ എടുത്തിട്ട് അമാനമാടുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സഹിഷ്ണുതയോടെ, ദീർഘക്ഷമയോടെ, സൗമ്യതയോടെ, ജനറലി ഓഫ് കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് വന്നാൽ നമ്മൾ റിസ്റ്റോർ ആകും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺ ആണെങ്കിൽ, സഹിഷ്ണുതയില്ല, ദീർഘക്ഷമയില്ല, സൗമ്യതയില്ല, എപ്പോഴും ദേഷ്യം, എപ്പോഴും പിണക്കം, എപ്പോഴും പരാതി, തുറന്ന പരാതി, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ പോകുക പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ ഒരാളോട് പറഞ്ഞു, നമ്മള് തുറന്ന പരാതിയേ പറയത്തുള്ളൂ, തുറന്ന ആരുടെയും കുറ്റേ പറയത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കേട്ട് പഠിക്കുന്നത് പിശാചിൽ നിന്നാണ്. പരിശുദ്ധാത്മാ ഒരിക്കലും നമ്മുടെ പുറകെ നടന്ന ആരുടെയും കുറ്റം പറഞ്ഞു തരത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഭാര്യയോട് ദേഷ്യം, ഭർത്താവിനോട് ദേഷ്യം, പിള്ളേർ ചെയ്യുന്നത് എല്ലാം തെറ്റ്, നമ്മൾ അങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട്, അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി, നിരാശപ്പെട്ട്, ദേഷ്യപ്പെട്ട്, ജോലിക്ക് പോയ ദേഷ്യം, ചർച്ചിൽ പോയ പാസ്റ്റർ കൊള്ളത്തില്ല, വിശ്വാസി കൊള്ളത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ ഡേറ്റ പ്രാപിക്കുന്നതും സ്റ്റിമുലായി പ്രാപിക്കുന്നതും പിശാചിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുക. അപ്പൊ ജീവിതം പിശാചിന് കീഴ്പ്പെട്ടും നമ്മൾ ശുശ്രൂഷ കയറി വരുമ്പോൾ നമ്മൾ പറഞ്ഞ ഉടനെ പിശാച് അങ്ങ് പോകുമെന്ന് നമ്മുടെ വിചാരം. നടക്കത്തില്ല. ഇല്ല, പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ കൈ മീനും വെച്ചോണ്ട് പൂച്ചയെ ഓടിച്ച. അപ്പൊ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരും പഠിക്കുന്നവരും അവരവരെ ശോധന ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ എന്റെ ഹൃദയത്തിൽ ജനറലി സമാധാനമാണോ, സന്തോഷമാണോ എന്ന് വെച്ചാൽ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. വിശ്വസിക്കുന്നതിനാലുള്ള സന്തോഷവും സമാധാനവും, പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയിൽ പുഷ്ടിയുള്ളവരാകുക. ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്താ പറയുന്നത് മെഷർമെന്റ്സ്. ഇല്ല, ടെമ്പറേച്ചറും BP ഒക്കെ നിങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നോക്കുന്ന പോലെ എന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? കർത്താവിനുള്ള സന്തോഷം കേട്ടോ, നല്ല ഫുഡ് കഴിച്ചതുകൊണ്ടോ, ബാങ്കിൽ പൈസ ഉള്ളതുകൊണ്ടോ ഉള്ള സന്തോഷമല്ല, അല്ലെ ഭാര്യ പറഞ്ഞതെല്ലാം അനുസരിച്ചുകൊണ്ടുള്ള സന്തോഷമല്ല, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടുള്ള സന്തോഷമല്ല. വിശ്വസിക്കുന്നതിനാലുള്ള സന്തോഷം, സമാധാനം, പ്രത്യാശയിൽ സമൃദ്ധി,
മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒരു റെഡിനെസ് ഉണ്ടോ? ക്ഷമിച്ചാൽ തന്നെ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു താല്പര്യം എന്റെ ഹൃദയത്തിലുണ്ടോ? നമ്മൾ ശുശ്രൂഷിക്കുന്ന ജനത്തിന്റെ കുറവുകളെ കണ്ടിട്ട് നമുക്ക് അവരോട് കമ്പാഷൻ ആണെങ്കിൽ, കർത്താവെ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പുറത്തു കൊണ്ടുവരണം, നമുക്ക് സ്വാഭാവികമായിട്ട് അവരോട് ഒരു ദേഷ്യമാണ് വരുന്നത്, ഒരു പിണക്കമാണ് വരുന്നത്. എനിക്കാണെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഈ മര്യാദയ്ക്ക് വന്ന് ആരാധിക്കാത്തവരെ കാണുമ്പോഴേ എനിക്കങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. നല്ലതായിട്ട് ആരാധിക്കുന്നവരെ ഭയങ്കര ഇഷ്ടം, ആൾക്കാർക്ക് അത് തിരിച്ചറിയുകയും ചെയ്യായിരുന്നു എനിക്കൊരു ചെറിയ പക്ഷപാതമൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പം കർത്താവ് ചെറുതായിട്ടൊരു ഷിഫ്റ്റ് വരുത്തുന്നുണ്ട്. ഈ ആരാധിക്കാത്തവരെ കാണുമ്പോൾ അവര് പിശാചിന്റെ ആധിപത്യത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആരാധിക്കാൻ പറ്റാത്തത്. അപ്പൊ കർത്താവെ ഇവരെ ഒന്ന് അവരകപ്പെട്ട് കിടക്കുന്ന കുഴിയിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവന്ന് നീയുമായിട്ടുള്ള കൂട്ടായ്മയിലൊന്ന് യഥാസ്ഥാനപ്പെടുത്തി കർത്താവ് നിന്നെ ആരാധിക്കാൻ പറ്റുന്ന പദവിത്തിലാക്കണേ എന്നുള്ളൊരു ആഗ്രഹം. നമുക്ക് ഈ ആത്മീയം ഇല്ലാത്തവരെ കാണുമ്പോൾ ദേഷ്യവും പിണക്കവും തോന്നുന്നെങ്കിലുണ്ടല്ലോ, നമ്മൾ മിനിസ്റ്റർ ചെയ്യാറായിട്ടില്ല. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്കൊരു കമ്പാഷൻ, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് മരിച്ചു. അപ്പോൾ നമ്മൾ അവന്റെ ആത്മാവിനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ, ഈ പൗലോസ് പറയുന്നുണ്ട് എല്ലാവരും എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹം. ദാറ്റ് ഇസ് ഗുഡ്. എല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുഴപ്പമില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ലതാ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ കമ്പാഷനിൽ ദൈവത്തെ കാത്തിരുന്നിട്ട്, കർത്താവെ, ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുള്ള കാര്യം, ചിലരോട് എനിക്ക് ഒരു സ്നേഹം തോന്നത്തില്ല എൻ്റെ ഹൃദയത്തിനകത്ത്, ഒരു പിണക്കമൊക്കെ അങ്ങ് തോന്നും. കാരണം ഞാൻ വിചാരിക്കും ഇവർക്ക് ചുമ്മാ വന്നിരുന്ന് പ്രാർത്ഥിക്കരുതോ, ആരാധിക്കരുതോ, ഇവർക്ക് കറങ്ങാൻ നേരമുണ്ട്, ഇവർക്ക് അതിന് നേരമുണ്ട്, ഇതിന് നേരമുണ്ട്, ജോലി മുടക്കത്തില്ല, ഞായറാഴ്ച ആകുമ്പോൾ പനിയാ, തിങ്കളാഴ്ച ആകുമ്പോൾ പനിയില്ല, ഒന്നുമില്ല, കറക്റ്റായിട്ട് ജോലിക്ക് പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ച വരുന്നതിന് ശമ്പളം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ചർച്ച നിറച്ച ആളായനേയുള്ളൂ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, ഇവരോടുള്ള നിന്റെ മനോഭാവത്തിൽ എന്നെ പങ്കാളിയാക്കണം. നമ്മൾ യേശുവിന്റെ പങ്കാളികളല്ലേ? അപ്പോ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡിൽ പങ്കാളിത്തം, കർത്താവിന്റെ സ്നേഹത്തിൽ പാർട്ടിസിപ്പേഷൻ, അതൊക്കെ നമുക്ക് ദൈവം തരണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ മിനിസ്ട്രിക്ക് പാകമായി എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണോ നമ്മളെ നയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും വളരെ അലേർട്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്നല്ലാത്ത ഒരു മനോഭാവമോ ഒരു ലക്ഷ്യമോ ഒരു മൈൻഡ് സെറ്റോ നമ്മൾ ഉണ്ടെന്ന് കണ്ടുണ്ടല്ലോ, പൗലോസ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തുന്നു അല്ലെ. എല്ലാവരോടും പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോയി എന്ന് വരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തുക എത്ര ചെയ്യുന്നു. അപ്പൊ ഈ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ ശരീരത്തിന്റെ ഒത്തിരി രസങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുത്തിയിരുന്ന് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുത്തിയിരിക്കുന്ന സമയം, വെറുതെ വൃഥാ വർത്തമാനം പറയുന്ന സമയങ്ങൾ, ഉറക്ക കൂടുതല്, ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഫൈറ്റ് പ്രഖ്യാപിക്കണം. കർത്താവെ, എനിക്കിങ്ങനെ ഇരിക്കണ്ട, എനിക്കിങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ സമയം ചെലവാക്കണ്ട. കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരണം. കർത്താവിന്റെ പുറകെ കൂടുക. കർത്താവെ, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ, വചനം ധ്യാനിക്കാൻ കൃപ വരണം, ഉപസിക്കാൻ കൃപ വേണം. കർത്താവ് സഹായിക്കും. നമ്മൾ തീരുമാനിച്ചാൽ നടക്കത്തില്ല കേട്ടോ, കർത്താവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വിചാരിച്ചാൽ നടക്കുന്നതിന്റെ പുറകെ അങ്ങ് കൂടിക്കോളാം. നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, ഉപവാസം അതിന്റെ ഒരു രീതിയാ അല്ലെ. എല്ലാവരും രസിക്കാൻ പോകുമ്പോൾ, എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ, കർത്താവെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ലൈനിൽ കൊണ്ടുവരണം, എൻ്റെ മനസ്സിനെ നിന്നോട് അനുരൂപമാക്കണം, എനിക്ക് എന്നിട്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ ബാക്കിൽ തെറ്റാതിരുന്ന അവൻ ശരീരത്തെ മുഴുവനും എന്താ പറയുന്നത്, കടിഞ്ഞാണിട്ട് ശുദ്ധിയോടെ, എനിക്ക് ആ കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല, ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ടിട്ട് അവൻ ശുശ്രൂഷ ചെയ്യാൻ തികഞ്ഞവനാകുന്നു, അങ്ങനെ കണ്ട അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഹൃദയം കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാവിൻ തന്നെ കടിഞ്ഞാണാവും. അപ്പൊ നമ്മൾ ഹാർട്ടിനെ വളരെ കറക്റ്റ്, എന്താ പറയുന്നേ, നമ്മളോട് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവണം. ഈ ജഡത്തിന്റെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാപങ്ങളെയൊക്കെ അങ്ങ് ബലഹീനതയാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതേ പാപം വേറൊരാൾ കണ്ടു കഴിയുമ്പോൾ നമുക്കങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. നമുക്കത് 4 പേരോട് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. നമുക്കതിനെ കുറിച്ച് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. പക്ഷേ കർത്താവ് പറഞ്ഞു, നമ്മുടെ കണ്ണിലെ കോല് മാറ്റി കഴിയുമ്പോൾ നമുക്കറിയാം ഈ കോല് മാറ്റാൻ എത്ര സമയം എടുക്കും, കോല് മാറ്റുന്ന എന്തൊരു പ്രയാസമാ. അന്നേരം നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനുള്ള അഭിഷേക അധികാരം കർത്താവ് തരും. പാപബോധം, പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി ഒഴുകും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ പരിശുദ്ധാത്മാവ് ഒഴുകി ചെന്നിട്ട് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തും. നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കും കർത്താവ്. ചിലപ്പോൾ നമ്മുടെ മാതൃക മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, നമുക്കൊന്നും പറയേണ്ടി വരത്തില്ല. ഭയത്തോടു കൂടി നല്ല നടപ്പുണ്ട്. ഭർത്താവ് വചനം പഠിച്ചില്ലെങ്കിലും ചേർന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ശുശ്രൂഷ എല്ലാ തരത്തിലും ഉണ്ട്. 1, നമുക്ക് വായും കൊണ്ട് പറയാം. 2, മാതൃകയാകുക. പൗലോസ് പറയുന്നുണ്ട് ശുശ്രൂഷകന്മാരോട്, നിങ്ങൾ ജാതികളെ പോലെ അവരുടെ മേൽ കർത്തൃത്വം നടത്താതെ എന്ത് ചെയ്യണം? നിങ്ങൾ മാതൃകകളാകണം.
ചൊല്ലി ബീങ് എൻ എക്സാമ്പിൾ, അതാണ് ടോപ്പ് മോസ്റ്റ് തിങ്. ശുശ്രൂഷയിൽ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആകുക. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചന ധ്യാനത്തിൽ, പരിശുദ്ധാത്മാവിൻ ഫലങ്ങൾ കായ്ക്കുന്നതിൽ, ശുശ്രൂഷയോടുള്ള ശുഷ്കാന്തിയിൽ, ഇതിനകത്തെല്ലാം നമ്മൾ എക്സാമ്പിൾ ആകുക. അപ്പൊ അതൊരു കുഞ്ഞു കാര്യമല്ല, അതൊരു വലിയ ജോലിയാ, ഭയങ്കര ഒരു പരിപാടിയാ. അത് സൂപ്പറായിട്ട് വിതച്ച്, സൂപ്പറായിട്ട് നനച്ച്, സൂപ്പറായിട്ട് കൊയ്യാൻ പറ്റും. ആ നാൾ തോറും വളരും. സത്യം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്താണ്? നമ്മൾ കർത്താവിന്റെ കൂടെ ജീവിക്കുക, കർത്താവിന്റെ കൂടെ വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഒരു വഴി ഒരുക്കി തരണം. ഇവിടെ ഞാൻ 8 മണിക്കൂർ ഇവർക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കണം, കർത്താവെ അവർക്ക് ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് തിരിച്ചു വരാനൊരു വഴി. കാരണം സുശേഷ വേലയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളെ കുറ്റം പറയുന്നവർ കാണും, വെറുക്കുന്നവർ കാണും, എല്ലാം ശരിയാ. പക്ഷേ നമ്മുടെ വചനത്തിൽ കൂടെ കർത്താവിനെ അറിയുകയും അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നമ്മുടെ വചനമല്ല, ദൈവം തരുന്ന വചനത്തിൽ കൂടെ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുകയും യേശുവിനോട് അനുരൂപമാകുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പക്ഷെ ദർ ഇസ് എ പ്രൈസ് ടു പേ. ആ പ്രൈസ് എന്ന് പറയുന്നത് അത് വെർത്ത. നമുക്ക് ഏത്